ഇതുപോലൊരൊറ്റ നേന്ത്രപ്പഴം ഉണ്ടെങ്കിൽ ചായ തിളക്കുന്ന നേരം കൊണ്ട് നമുക്കൊരു പ്ലേറ്റ് സ്നാക്ക് ഉണ്ടാക്കാം. മക്കളൊക്കെ സ്കൂളിൽ വരുന്ന സമയത്തൊക്കെ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയിട്ടുള്ളൊരു ഐറ്റമാണ് കേട്ടോ ഇത്. അപ്പോൾ ആദ്യം തന്നെ ഇതുപോലെ നന്നായിട്ട് പഴുത്തിട്ടുള്ള ഒരു നേന്ത്രപ്പഴം തൊലി കളഞ്ഞിട്ട് ഇതുപോലെ ഒന്ന് മുറിച്ചിട്ട് ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഒരു ഫോർക്ക് വെച്ചിട്ട് ഇതൊന്ന് ഉടച്ചു കൊടുക്കണം. ഉടച്ചു കൊടുക്കുന്ന സമയത്ത് ഒരുപാട് പേസ്റ്റ് പോലെ ആവരുത് കേട്ടോ. ചെറിയൊരു പീസായിട്ട് കിടക്കുന്ന രീതിയിൽ വേണം ഉടച്ചെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതാ പഴത്തിൻ്റെ എല്ലാ പീസസും ഇതുപോലെ അങ്ങ് ഉടച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ചെറിയൊരു പീസായിട്ട് കിട്ടുന്ന രീതിയിൽ തന്നെയാണ് ഉടച്ചെടുത്തിട്ടുള്ളത്. ഇനി നമുക്കിതിലേക്ക് ഒരു 1/2 കപ്പ് തേങ്ങ ചിരവിയതും 1/4 ടീസ്പൂൺ ഏലക്കാപ്പൊടിയും പിന്നെ ഒരു 2 ടേബിൾ സ്പൂൺ പഞ്ചസാരയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ പഞ്ചസാരയൊക്കെ നിങ്ങൾ മധുരത്തിന് ആവശ്യത്തിനുള്ളത് ചേർത്ത് കൊടുക്കുക കേട്ടോ. നമ്മൾ പഴത്തിൻ്റെ മധുരമൊക്കെ നോക്കിയിട്ട് ഓരോരുത്തർക്കും വേണ്ട മധുരം ചേർത്ത് കൊടുത്താൽ മതി. പിന്നെ ഒരു 2 ടേബിൾ സ്പൂൺ കോൺഫ്ലവറും ഒരു 3 ടേബിൾ സ്പൂൺ അരിപ്പൊടിയും പിന്നെ ഒരു നുള്ള് ഉപ്പും ഒരു 2 നുള്ള് ബേക്കിംഗ് സോഡ കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഈ ഒരു പൊടികളൊക്കെ ചേർത്ത് കൊടുക്കുമ്പോൾ ഒരുപാട് വേണ്ട, നമ്മൾ ഇതിലേക്ക് വെള്ളമൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല. അപ്പോൾ ഈ ഒരു പഴത്തിൻ്റെ നനവിൽ മിക്സ് ചെയ്തെടുക്കാൻ പാകത്തിലുള്ള പൊടികൾ ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ ഇത് നമുക്ക് കുഴച്ച് നോക്കുമ്പോൾ അറിയാം. അപ്പോൾ ഒരുപാട് ടൈറ്റും അല്ല ഒരുപാട് ലൂസും അല്ല, അത് ആ ഒരു രീതിയിലാണ് കേട്ടോ നമുക്കിതിൻ്റെ മാവ് വേണ്ടത്. അപ്പോൾ അത്രയും പൊടികൾ ചേർത്ത് കൊടുത്തിട്ട് മിക്സ് ചെയ്തെടുത്താൽ മതി. ഇനി നല്ലൊരു കളർ കിട്ടാൻ വേണ്ടിയിട്ട് ഞാനൊരു നുള്ള് മഞ്ഞൾപ്പൊടിയും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത് ഈ ഒരു പരുവത്തിലാണ് കേട്ടോ നമ്മുടെ മാവ് വേണ്ടത്. ഇതുപോലെ സ്പൂൺ വെച്ചിട്ട് ഇതുപോലെ ഒരു വീഴുന്ന ഒരു പരുവത്തിൽ കേട്ടോ സ്പൂൺ വെച്ചിട്ട് ഇതുപോലെ കോരിയിട്ട് കൊടുക്കാം, അല്ലെങ്കിൽ കൈ കൊണ്ട് കുറേശ്ശെ മാവ് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം പാകത്തിലാണ് വേണ്ടത്. ഇനി നമുക്കിത് നല്ല ചൂടായിട്ടുള്ള ഓയിലിലേക്ക് ഇതുപോലെ കുറേശ്ശെ മാവ് ഇട്ട് കൊടുക്കാം. ഞാനിവിടെ കൈ കൊണ്ട് തന്നെ ഇതുപോലെ അങ്ങ് നുള്ളി ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ ചെറിയ ചെറിയ ഓരോ പോർഷനായിട്ട് ഇട്ട് കൊടുത്താൽ മതി, ഒരുപാട് വലിപ്പത്തിൽ ചെയ്യരുത്. നല്ല ചെറുതായിട്ടിരിക്കുമ്പോഴാണ് കേട്ടോ അതിൻ്റെ പുറംഭാഗമൊക്കെ നന്നായിട്ട് മൊരിഞ്ഞിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ ഒരു സൈഡ് റെഡി ആയിട്ട് വരുമ്പോൾ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കുക. എന്നിട്ട് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഇത് ഒരു ഗോൾഡൻ ബ്രൗൺ കളറായിട്ട് വരുന്നത് വരെ ഫ്രൈ ചെയ്തെടുക്കുക. അപ്പോൾ ഈ ഒരു കളറായി വന്നാൽ പിന്നെ ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്ക് എടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നല്ല സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയിട്ടുള്ള അടിപൊളി സ്നാക്കാണ്. അപ്പോൾ ഒരു പഴം ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് ഒരുപാട് പേർക്ക് ഇത് സെർവ് ചെയ്യാൻ പറ്റും. പുറമെ നല്ല ക്രിസ്പിയാണ് കേട്ടോ, ഇതിൻ്റെ അകത്ത് നല്ല സോഫ്റ്റും ആയിട്ടുള്ള ഒരു ഐറ്റമാണ്. ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും, ഫേസ്ബുക്കിലാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ പേജ് ഒന്ന് ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും കൂടി മറക്കല്ലേ. അപ്പം ഇനി മറ്റൊരു നല്ല റെസിപ്പിയുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്